ഉത്തരം കൊടുത്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ സർവേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിക്കുകയാണ്. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ സർവേ കഴിയാത്തത് കൊണ്ട് തന്നെ വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കരമടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ 10-25 വർഷക്കാലം കൊണ്ട് 40 വർഷക്കാലം കൊണ്ട് കരമടയ്ക്കുന്നവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ റീസർവേ പൂർത്തിയാവുന്നതോടുകൂടി അവരുടെ വിഷയങ്ങളും പരിഹരിക്കും. ചിലർക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട് പ്രമാണത്തിൽ, പക്ഷേ കരമടയ്ക്കുന്നത് 9.5 സെൻറ്റ് ആയിരിക്കാം. പക്ഷെ അതും ഈ റീസർവേയോടുകൂടി പരിഹരിക്കുവാൻ വേണ്ടി പറ്റും. കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ റീസർവേ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് പൂർത്തിയാവുന്നതോടുകൂടി ഓരോരുത്തർക്കും അവരുടെ വസ്തുവിനെ സംബന്ധിച്ചുള്ള സകല ഡീറ്റെയിൽസും വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ വഴി തന്നെ പരിശോധിക്കാനും ഓൺലൈൻ വഴി തന്നെ എല്ലാ വിഷയങ്ങൾക്കും പരിഹരിക്കാനും, ഒരു ബാങ്ക് ലോണിന് വേണ്ടി സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി ഇറങ്ങേണ്ട ആവശ്യം വരില്ല. എല്ലാം പരിഹരിക്കുവാൻ വേണ്ടി ഈ ഓൺലൈനോടുകൂടി പറ്റും. അപ്പോൾ ഡിജിറ്റൽ സർവേയുടെ ടീം നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ബഹുമാനീയരായിട്ടുള്ള എല്ലാവരും അന്നത്തെ ദിവസം ആ സമയം അവർ പറയുമ്പോൾ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ ഒന്ന് നിന്ന് അതിരുകളെല്ലാം ഒന്ന് വ്യക്തമായി ഒന്ന് കാണിച്ചു കൊടുക്കുക. സ്ഥലത്തില്ലാത്തവരോട് പറയുക, വരാൻ വേണ്ടി പറയുക. ഇവിടെ സ്ഥലമുണ്ട് പക്ഷെ വീട് ഇവിടെ ഇല്ല, അവരോടുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുക. വീടുണ്ട് പക്ഷെ അവർക്ക് വേറെയും സ്ഥലങ്ങളിൽ വീടുള്ളത് കൊണ്ട് ഇവിടെ താമസിക്കുന്നില്ലായിരിക്കാം. അവരും ഇതിൽ കൂടി വന്ന് വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഈ എടുക്കുന്ന ഡിജിറ്റൽ സർവേയോടുകൂടി എല്ലാ ആശങ്കകളും പരിഹരിക്കും. ഒരാൾക്കും തുടർന്ന് ഭാവിയിൽ തൻ്റെ സ്ഥലത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പരാതിക്കും ഇട നൽകാത്ത വിധമായിരിക്കും സർവേ ടീം പരിഹരിക്കുന്നത്. അവർ ബാക്കി കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയും. എങ്ങനെയാണ് സാർ ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ പറഞ്ഞ പോലെ അഭിമുഖങ്ങളാണ്, എന്തായാലും കൗൺസിലർ അത് തിരുത്തി ഇന്നിവിടെ ഒരു നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വരാത്ത ആളുകൾക്ക് എന്തൊക്കെയാണ് അവർ സംഭവം നിങ്ങൾ പരിശോധിക്കാൻ വരുമ്പോൾ കാണിക്കേണ്ട രേഖകൾ, അഥവാ സ്ഥലത്തില്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം? വിദേശത്തുള്ള ആളുകൾ ഉണ്ടാകും, അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെയാണ് നടപടി സ്വീകരിക്കുന്നത്? ഇന്നിവിടെ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ജനജാഗ്രതയാണ് ഇവിടെ നടന്നത്. വളരെ നല്ല ജനപങ്കാളിത്തം ഉണ്ടായി. ഒത്തിരി ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചു, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ നമുക്കത് കഴിഞ്ഞു. നമ്മളിത് മെയിനായിട്ട് നമ്മളെ ഡിജിറ്റൽ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ സ്ഥലത്ത് വരുമ്പോൾ സ്ഥലത്തിൽ നമ്മളെ ഓരോരുത്തരുടെയും വ്യക്തമായ അതിർത്തി നമുക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ രേഖകൾ, അതായത് കരമടച്ച രസീത്, പ്രമാണം, പിന്നെ പഴയ പട്ടയം ഉണ്ടെങ്കിൽ അത്, സർവേ ഉദ്യോഗസ്ഥർ വസ്തു സംബന്ധമായി ചോദിക്കുന്ന രേഖകൾ അവരെ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ വ്യക്തമായ അതിർത്തി, പ്രധാനമായി വ്യക്തമായ അതിർത്തി ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് രേഖ കാണിച്ചു കൊടുക്കുക. അത് സർവേ ചെയ്ത് ആ സ്ഥലം സർവേ ചെയ്ത് എടുത്തിട്ട് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ